ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നാണ്. 80ാമത്തെ അവതരണത്തിലാണ് നാം ആയിരിക്കുന്നത്. വളരെ ഗഹനമായിട്ടുള്ള ഒരു പഠനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ റോമാലേഖനം 4-ാം അധ്യായത്തിൽ മനുഷ്യകുലത്തിൻ്റെ നീതീകരണത്തിനായി 2 മാർഗങ്ങൾ, 2 വ്യവസ്ഥകൾ ഉള്ളതായിട്ട് കാണുകയാണ്. ഒന്ന് കർമ്മമാർഗം, അഥവാ കർമ്മത്തിൻ്റെ മാർഗം, അത് മനുഷ്യനിൽ കേന്ദ്രീകരിക്കപ്പെട്ടത്. മറ്റൊന്ന് കൃപയുടെയും വിശ്വാസത്തിൻ്റെയും മാർഗം. ഈ 2 മാർഗങ്ങൾ തമ്മിലുള്ള താരതമ്യം, ഇതിലേത് മാർഗമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അനുഗ്രഹത്തിനായി മാറുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പഠനത്തിൽ നാം കണ്ടു കർമ്മമാർഗം, ന്യായപ്രമാണത്തിൻ്റെ മാർഗം. ദൈവവചനം വ്യക്തമായി പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു മനുഷ്യനും ഒരു ജഡവും ദൈവ മുമ്പിൽ നീതീകരിക്കപ്പെടില്ല. അത് വിശ്വാസമാർഗത്തിലൂടെയാണ്. ഇപ്പോൾ പൗലോസിൻ്റെ അടിസ്ഥാന സന്ദേശമെന്ന് പറയുന്നത് ക്രിസ്തീയ മാർഗം ന്യായപ്രമാണത്തിൻ്റെ, അതായത് കർമ്മമാർഗത്തിൻ്റെ വ്യവസ്ഥയല്ല. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് കൃപയുടെയും വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. ഒരിക്കലും നമ്മുടെ അപൂർണമായ തികവില്ലാത്ത അനുസരണത്തിലേക്കല്ല. നമ്മുടെ അനുസരണങ്ങളൊന്നും തികവുള്ളതല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ 2 വാക്കുകൾ തമ്മിലുള്ള താരതമ്യം ആവശ്യമാണ്. ചില വാക്കുകൾ അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് പ്രവൃത്തിയും അനുസരണവും. ഇവ തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ്? ഒന്ന് പ്രവൃത്തി, ഒന്ന് അനുസരണം. പ്രവൃത്തികളാൽ, നാം ചെയ്യുന്ന ഒരു കർമ്മപ്രവൃത്തികളാൽ നമുക്ക് നീതീകരണം സാധ്യമല്ല. പക്ഷെ അതിനു പകരം നാം അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അനുസരണം ഒരു പ്രവൃത്തിയല്ല. 2ാമത്തത് താരതമ്യം സമ്പാദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക. സമ്പാദിക്കുക, അനുഭവിക്കുക. ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടുവാതിക്കൽ മുട്ടി വിളിച്ചു, അവന് വിശക്കുന്നു എന്ന് പറഞ്ഞു. നാം അവനോട് ജോലി ഏൽപ്പിച്ചു. ആ ജോലി നന്നായി ചെയ്താൽ നിനക്ക് ആഹാരം തരാമെന്ന് പറഞ്ഞു. അവൻ ജോലി ചെയ്തു തീർത്തു. നാം അവന് ആഹാരം കൊടുത്തു. അവനവൻ്റെ ആഹാരം സമ്പാദിച്ചു. അതേപോലെ വേറൊരു മനുഷ്യൻ വീട്ടുവാതിക്കൽ നിന്ന് വിളിച്ചപ്പോൾ നാം ഒരുക്കിയിരിക്കുന്ന ആഹാരം സൗജന്യമായി അവന് നൽകി കൊടുത്തു. അവൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അവൻ സമ്പാദിച്ചിട്ടില്ല അവൻ്റെ ആഹാരത്തിനായി. പക്ഷെ അത് അനുഭവിച്ചു അവൻ. അപ്പോൾ നമുക്കൊരിക്കലും രക്ഷ എന്നുള്ളത് സമ്പാദിക്കാൻ പറ്റില്ല. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുന്നതല്ല രക്ഷ. പക്ഷെ അതേ സമയത്ത് ദൈവം നമുക്ക് നീട്ടിത്തരുന്ന സൗജന്യ ദാനം നാം അനുഭവിക്കണം. ദൈവം അത് ചെയ്തു എന്നുള്ളൊരു കാര്യം. നമുക്ക് ഒരു മരുന്ന്, നമ്മൾ പോയി ഡോക്ടറെ കണ്ടോ മരുന്ന് വാങ്ങിച്ച് നമ്മുടെ മേശപ്പുറത്ത് മരുന്ന് വെച്ചതുകൊണ്ട് കാര്യമായില്ല. മരുന്ന് നാം സ്വീകരിക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് അതിനെ സ്വീകരിച്ചത് അനുഭവമാക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം നീട്ടിത്തരുന്ന രക്ഷ നമ്മൾ അനുഭവിക്കണം. ഇപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലെ വായു നാം ശ്വസിച്ച് അനുഭവിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള ആഹാരം നമ്മൾ കഴിച്ച് അനുഭവിക്കുന്നു. അതുപോലെ ദൈവം നമുക്ക് നൽകി തന്ന രക്ഷ അതേപോലെ നാം അനുഭവിക്കണം. അത് അനുസരണമാണ്. 3ാമത് ഉള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് തീരുമാനമില്ലായ്മയും വ്യക്തിപരമായ തീരുമാനമില്ലായ്മ, മറുവശത്ത് വ്യക്തിപരമായ തീരുമാനം. ഇവിടെ ഒരു പ്രതിഷേധം പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രതീക്ഷ ഇതാണ്. ഇപ്പം നാം ഈ രക്ഷ, ദൈവം തന്നിരിക്കുന്ന രക്ഷ എന്ന ദാനം സ്വന്തമാക്കുവാൻ നാം എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ അത് പ്രവൃത്തിയല്ലേ? അതിനെ പ്രവൃത്തി എന്നല്ലേ വിളിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ ഇതിനകം തന്നെ വ്യക്തമായി സ്ഥാപിച്ച സത്യമാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ, മനുഷ്യൻ്റെ ഒരു പ്രവൃത്തികളും ഒരു സൽപ്രവൃത്തികളാൽ ലഭ്യമാകുന്നതല്ല രക്ഷ, നീതീകരണമെന്ന് ഇതിനകം കണ്ടു. അനേക വേദശാസ്ത്ര പണ്ഡിതന്മാർ അവകാശപ്പെടുന്നവരുടെ പിഴവ് ഇവിടെയാണ്. അവരെ സംബന്ധിച്ച് ഈ പ്രവൃത്തികൾ എന്ന വാക്ക് വല്ലാതെ അവരെ കുഴപ്പത്തിലെത്തിയിട്ടുണ്ട്. അവരുടെ ധാരണയിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൽ യാതൊന്നും പാടില്ല എന്നാണ്. 2 അവസ്ഥകളാണ് പൊതുവെ കണ്ടുവരുന്നത്. ഒന്ന്, ഈ പ്രവൃത്തി എന്ന വാക്ക് അനേകരെ അസ്വസ്ഥരാക്കുന്നു. അനേകം എഴുത്തുകാരെ സംബന്ധിച്ച് ഒരുവൻ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, വിശ്വാസം പ്രവൃത്തിയല്ല. വിശ്വാസം എന്നത് പ്രവൃത്തിയല്ല. വിശ്വാസത്തിൽ ഒരു പ്രവൃത്തിയുമില്ല. നാം വെറുതെ വിശ്വസിച്ചാൽ മതി എന്ന ധാരണയിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിയാണ്, ഇവിടെ പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്ന വാക്ക് നാം നേടാൻ വേണ്ടി നടത്തുന്ന പ്രവൃത്തി എന്ന അർത്ഥത്തിലാണ്. സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും
നല്ല കർമ്മങ്ങളുമൊക്കെ ചെയ്ത് പകരം നാം രക്ഷ നേടുക. ആ അർത്ഥത്തിലാണ് പ്രവൃത്തി എന്ന വാക്കിനെ പൗലോസ് പറഞ്ഞ പറ്റില്ല, അങ്ങനെ ലഭിക്കില്ല, സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തിരിച്ച് വാങ്ങാൻ പറ്റുന്നതല്ല, ഇത് കടമല്ല, ദൈവം കടപ്പെടുന്നില്ല എന്ന് പൗലോസ് എടുത്തു കാണിച്ചു. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ച് നാം ചില കാര്യങ്ങൾ ചെയ്യണം, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വിശ്വാസം ഒരു പ്രവൃത്തി തന്നെയാണ്. ഇപ്പോൾ പ്രാർത്ഥന പോലെ, മാനസാന്തരം പോലെ, ധർമ്മശേഖരം പോലെ ദൈവത്തിനോട് നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. കർത്താവ് യേശു ഒരിക്കൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ അഞ്ചപ്പം 2 മീനും കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചതിന് ശേഷം അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം? യേശു പറഞ്ഞ മറുപടി 6:29 യോഹന്നാൻ. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, ആ വാക്ക് ശ്രദ്ധിക്കുക, പ്രവൃത്തി എന്ന് യേശു തന്നെയാണ് ഉപയോഗിച്ചത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രേ. അപ്പോൾ വിശ്വസിക്കുക എന്നതൊരു പ്രവൃത്തി എന്ന രീതിയിൽ തന്നെയാണ് യേശു പറഞ്ഞത്. അതൊരു പ്രവൃത്തിയാണ്. മനുഷ്യൻ നിഷ്ക്രിയനായിരിക്കില്ല, അവൻ പ്രവർത്തിക്കുകയാണ്. വിശ്വസിക്കുമ്പോൾ, ദൈവം പറഞ്ഞ വചനത്തെ, വാഗ്ദാനത്തെ വിശ്വസിക്കുമ്പോൾ, ആ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രവൃത്തിയാണ് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. കർത്താവ് യേശുവാണ്, യേശുവിൽ വിശ്വസിക്കുക. അപ്പം വിശ്വാസമെന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തി, അതിൽ പ്രവൃത്തിയല്ല എന്നൊക്കെ പറയുന്നവർ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിക്കും ഇങ്ങനെ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണം സ്നാനം ഒഴിവാക്കണം. മനുഷ്യനെ രക്ഷിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ നിന്ന് സ്നാനമെന്ന ആ ദൈവീക കൽപ്പന എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. കേൾക്കുന്ന പ്രസംഗം കേട്ടങ്ങ് വിശ്വസിച്ചാൽ മാത്രം അത് രക്ഷിക്കപ്പെടും. വേറെ ഒന്നും ചെയ്യണ്ട എന്ന് പരത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ദുരുപദേശമാണ്. ദൈവം അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ യേശു പോലും വിശ്വസിക്കുന്നതിനെ പ്രവൃത്തി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കൂട്ടരെ സംബന്ധിച്ച് അവർ വിശ്വാസത്തെ നിർവചിക്കുന്ന രസകരമാണ്. അവർ പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശൂന്യമായ കഴി ദൈവത്തിങ്കിലേക്ക് നീട്ടുന്നതാണ് വിശ്വാസം. പക്ഷെ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ ആ രൂപകത്തിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൈ നീട്ടുക എന്ന് പറയുന്നതും ഒരു പ്രവൃത്തിയല്ലേ? കൈ നീട്ടുക വലിയ പ്രവൃത്തിയാണ്, കൂട്ടത്തിൽ വരില്ലെങ്കിലും അതൊരു പ്രവൃത്തിയല്ലേ കൈ നീട്ടുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസം എന്നത് സ്നാനത്തെക്കാളും പ്രവൃത്തിയാണ്. സ്നാനം പ്രവൃത്തിയുടെ പട്ടികയിൽ ചേർക്കാൻ പറ്റില്ല. കാരണം സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്, നമ്മിൽ സംഭവിക്കുന്നതാണ്. വിശ്വാസത്തെക്കാളും വളരെ കുറഞ്ഞ അവസ്ഥയാണ്. വിശ്വാസം അതിനേക്കാളും പ്രവൃത്തിയാണ്. സ്നാനം പക്ഷെ നമുക്ക് സംഭവിക്കും. ഇംഗ്ലീഷിൽ പറയും വാട്ട് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഡൺ ടു യു. നമുക്ക് സംഭവിച്ചതാണ്. വിശ്വസിക്കുക, ഒരു പാപിയായ മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സജീവമായിട്ട് കേൾക്കുന്ന വചനം ചിന്തിച്ച് വിശ്വസിക്കുകയാണ്. അത്ര പോലും വേണ്ട സ്നാനത്തിൽ നിഷ്ക്രിയമാണ്. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് മരിച്ചുപോയി. ആ സുഹൃത്തിനെ നമ്മളെല്ലാവരും കൂടെ ചുമന്ന് സെമിത്തേരി കൊണ്ടുപോയി അടക്കി. അതിനെ ഒരിക്കലും നമ്മുടെ പ്രവൃത്തി എന്ന് പറയില്ല. ആ അടക്കപ്പെട്ട മനുഷ്യന് ഒരിക്കലും ഒന്നും ചെയ്യുന്നില്ല. അവനെ നമ്മൾ ചുമന്നു കൊണ്ടുപോയി അടക്കുകയാണ്. സ്നാനത്തിൽ നാം യേശുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പിനോട് നാം അനുരൂപപ്പെടുകയാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്നാനമെന്ന് പറയുന്നത് ഈ വിശ്വാസം പോലെ, മാനസാന്തരം പോലെ പോലും പ്രവൃത്തിയുള്ളതല്ല, അത് അനുസരണമാണ്. മറ്റൊരവസ്ഥ എന്ന് പറയുന്ന അനേക എഴുത്തുകാർ മതപരമായ ലോകത്തിൽ ഈ എഴുത്തുകാരെ സംബന്ധിച്ച് അവർ ഈ വിശ്വാസമെന്ന് പറയുന്ന അവസ്ഥയിൽ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാക്കാത്തതിൻ്റെ അപകടം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് നൽകിത്തന്ന രക്ഷ, പക്ഷെ അത് നമ്മൾ അനുഭവിക്കണം. ദൈവം നൽകിത്തന്ന നീതീകരണം, രക്ഷ എന്നുള്ളത് നാം അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെ കാണാതെ പോവുകയാണ്. അനേകരുടെ ധാരണ ചിലരിങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്, എൻ്റെ രക്ഷയ്ക്ക്, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ ഏക സംഭാവന എൻ്റെ പാപമാണ്. ഇത് ചിലർ ഏറ്റുപറയും. ശരിക്കും ചിന്തിക്കുന്നില്ല, അത് പകുതി സത്യം മാത്രമേ ഉള്ളൂ. നാം സുവിശേഷം കേൾക്കണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം, സുവിശേഷം അംഗീകരിക്കണം, സുവിശേഷം അനുസരിക്കണം, ജീവിത അവസാനം വരെ സുവിശേഷം പിടിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കണം. എങ്കിൽ മാത്രമേ രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഇത് പ്രവൃത്തി എന്ന അർത്ഥത്തിലല്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അനുസരണമാണ്.
നമുക്ക് ഒരു പങ്കുണ്ട് ഈ വിധത്തിൽ പറഞ്ഞാൽ രക്ഷയിൽ. കാരണം സുവിശേഷം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കർത്താവ് യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ യാഗമായി നമ്മുടെ പാപം ചുമന്ന് മരിച്ചു എന്നുള്ള വലിയ സുവിശേഷം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഞാനത് വിശ്വസിക്കണം. അത് വിശ്വസിക്കണം, ആദ്യം കേൾക്കണം. വിശ്വാസം കേൾവിയാലാണ്. അത് ഞാൻ അംഗീകരിക്കണം. എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഈ കർത്താവ് യേശു മരിച്ചത്. ഞാൻ അംഗീകരിക്കണം, സമ്മതിക്കണം. എന്നിട്ട് ആ സുവിശേഷം ആവശ്യപ്പെടുന്ന സ്നാനം ഞാൻ സ്വീകരിക്കണം, എന്നിട്ട് പിൻപറ്റണം. ഇത് പ്രവൃത്തിയല്ല, ഇത് അനുസരണമാണ്. ദൈവമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തത്. പക്ഷേ നമ്മൾക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. അത് അനുഭവിക്കുവാൻ, നമ്മളത് അനുഭവിക്കാൻ നമുക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം 37-38 വാക്യങ്ങൾ ഇങ്ങനെയാണ് ആ പശ്ചാത്തലം. ഇത് കേട്ടിട്ട്, അതായത് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ സുവിശേഷം അറിയിക്കുമ്പോൾ അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇതൊക്കെ അവർ ഉൾപ്പെടുകയാണ്. അവരുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടപ്പോൾ അവരുടെ പാപകരമായ നശിച്ച ജീവിതത്തിൽ നിന്ന് കരകയറുവാൻ എന്ത് ചെയ്യണമെന്നവർ ചോദിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ഇപ്പോൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അത് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്ത് നീതീകരിക്കപ്പെടാൻ വേണ്ടി നടത്തുന്ന സൽപ്രവൃത്തികളെന്ന നിലയിലല്ല. ഇപ്പോൾ സുവിശേഷം കേൾക്കണം, അല്ലെങ്കിൽ തള്ളിക്കളയാം. യേശുവിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. കർത്താവ് യേശുവിൻ്റെ ക്ഷണം സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. സുവിശേഷം ദൈവത്തെ അനുസരിക്കാം, അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാം. ക്രിസ്തുവിനെ അനുഗമിക്കാം, അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്, നമുക്ക് ചെയ്യാൻ കഴിയും. അതല്ല, സൽപ്രവൃത്തികളുടെ രക്ഷ നേടുന്ന നിലയിലുള്ള പ്രവൃത്തിയല്ല ഇത് അനുസരണമാണ്. വിശ്വാസത്തിന് അനുസരണം വേണം. അവസാനത്തെ വൈരുദ്ധ്യം കടമയും സ്നേഹവും വളരെ പ്രധാനമാണ്. അനേകം ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ വലിയ ആകുലത എന്ന് പറയുന്നത്, പൗലോസ് ഈ കൃപയാലുള്ള രക്ഷയെക്കുറിച്ച്, കൃപയാലുള്ള നീതീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ നാം ഒന്നും ചെയ്യേണ്ടെന്നാണോ പൗലോസ് പറയുന്നത്? അപ്പോൾ അനുസരണം എന്ന് പറയുമ്പോൾ കൃപ ഒഴിവാകുമോ? വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത് ഒരിക്കലും ഓരോ മനുഷ്യരും ചെയ്യേണ്ട കടമകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നില്ല. വിശ്വാസത്താലുള്ള നീതീകരണമാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്നുള്ളത് കൊണ്ട് എൻ്റെ ഭാഗത്ത് ഒന്നും ചെയ്യണ്ട എന്നല്ല. ഇവരെ കേൾക്കരുത്, വിശ്വസിക്കരുത്, ഏറ്റുപറയരുത്, അംഗീകരിക്കരുത്, അനുസരിക്കരുത്, സ്നാനപ്പെടരുത്. ഞാൻ ഒന്നും ചെയ്യേണ്ടെങ്കിൽ ഇതും ചെയ്യരുത്. അപ്പോൾ എങ്ങനെ എനിക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയും? ഞാൻ എൻ്റെ മുമ്പിൽ നീട്ടിത്തന്ന ആഹാരം ഞാൻ വാങ്ങണം, കൈകൊണ്ട് വായിലേക്ക് കൊണ്ടുവന്ന് അത് രുചിച്ച് ഞാൻ അനുഭവിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ വാസ്തവത്തിൽ കൃപയാൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ, കൃപാവിശ്വാസമെന്ന വ്യവസ്ഥ നമ്മിൽ വാസ്തവത്തിൽ കൂടുതൽ പ്രവൃത്തിയിലേക്ക് വരുത്തും, കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ ഇടവരുത്തും. പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യം കേൾക്കാം. 1 കൊരിന്ത്യർ 15:10 പറഞ്ഞു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുള്ള ദൈവകൃപയത്രേ. അപ്പം ശരിക്കും കൃപയാൽ, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി കൂടുതൽ പ്രവർത്തിക്കും, കൂടുതൽ അധ്വാനിക്കും. കടമയായിട്ടല്ല. തനിക്ക് ലഭിച്ച കൃപ, തനിക്ക് ലഭിച്ച രക്ഷയോടുള്ള നന്ദി പ്രകടനം, ദൈവത്തിലുള്ള സ്നേഹം. ഒരു ഉദാഹരണം പറയാം. ഒരു നേഴ്സിങ്ങിന് പഠിച്ച ഒരു പെൺകുട്ടി അതിൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, പരിശീലനമെല്ലാം കഴിഞ്ഞു, ജോലിക്ക് പ്രവേശിക്കുമ്പോൾ തനിക്ക് കിട്ടിയ ഒരു കോൺട്രാക്റ്റ് ന്യൂമോണിയ ബാധിച്ചൊരു കുട്ടിയെ പരിചരിക്കുക എന്നുള്ളതാണ്. ന്യൂമോണിയ ബാധിച്ചൊരു കുട്ടിയെ പരിഗണിക്കുക, അല്ലെങ്കിൽ പരിപാലിക്കുക, ശുശ്രൂഷിക്കുക. ആ കുട്ടിയെ പരിപാലിക്കാനുള്ള കോൺട്രാക്റ്റ് തയ്യാറാക്കപ്പെട്ടു. നല്ല ഒരു വേതനം തീരുമാനിച്ചു. അതനുസരിച്ച് അവൾ തൻ്റെ ജോലി തുടങ്ങി. അവൾ ആ കുട്ടിയെ എല്ലാവിധത്തിലും പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. എന്നിട്ട് അവസാനം ആ കുട്ടിക്ക് സുഖം പ്രാപിച്ചു. അവളെ എല്ലാവരും അഭിനന്ദിച്ചു, ഒരു സമ്മാനമൊക്കെ കൊടുത്തു.
അതൊരു ദാനമായിട്ടാണ് അവൾക്ക് ഈ സമ്മാനം കൊടുത്തു. കാരണം തൻ്റെ ഒരു കടമ, വലിയൊരു കടമ ചെയ്തോൾ ആ കുട്ടിയെ സംരക്ഷിക്കുക, പരിപാലിക്കുക, ശുശ്രൂഷിക്കുക. അതൊരു പ്രത്യേക കൃപയോ സ്നേഹമോ ഒന്നുമല്ല. തനിക്ക് ഈ ശമ്പളം കിട്ടാനുള്ള കാരണം അത് തൻ്റെ കടമ ചെയ്യുകയാണ്. തൻ്റെ കടമ നിർവഹിച്ചു, പറഞ്ഞതുപോലെ കോൺട്രാക്റ്റിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ജോലി ചെയ്തു, ജോലിക്ക് കൂലി കിട്ടി. ഈ പെൺകുട്ടി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വിവാഹിതരായി. കല്യാണം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞ് ലഭിച്ചു. ഈ കുഞ്ഞിന് ന്യൂമോണിയ ബാധിച്ചു. വളരെ അപകടകരമായ ഗുരുതരമായ അവസ്ഥയിലെത്തി. ഒരു നല്ല പ്രഗത്ഭയായ ഒരു നേഴ്സിൻ്റെ ശുശ്രൂഷ ആവശ്യമുള്ള നിലയിലാണ് കുഞ്ഞ്. ഇവിടെ ഈ അമ്മ ഒരു കോൺട്രാക്റ്റുമില്ല, ഒരു വേതനത്തിൻ്റെ തീരുമാനമില്ല. തൻ്റെ കുഞ്ഞിന് വേണ്ടി അവൾ ആ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. അവൾക്ക് യോഗ്യമായ ശുശ്രൂഷ, അവൾ പരിശീലിപ്പിക്കപ്പെട്ട ശുശ്രൂഷ അവൾ തൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തു. കാരണം കുഞ്ഞുമായി തൻ്റെ ബന്ധം, കുഞ്ഞോടുള്ളതിൻ്റെ സ്നേഹം. കുഞ്ഞ് വേദനിക്കുമ്പോൾ ഈ അമ്മയും വേദനിക്കുകയാണ്. കുഞ്ഞിന് അല്പം പുരോഗമനം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ അതിൻ്റെ ആശ്വാസമുണ്ട്. ആ മൊത്തം കുടുംബവും അതനുഭവിച്ചു. അവൾ ദീർഘനേരം ജോലി ചെയ്തു. ക്ലോക്ക് നോക്കിയില്ല, സമയം നോക്കിയില്ല, കഠിനാധ്വാനം ചെയ്തു. എന്തുകൊണ്ട്? കുഞ്ഞിനോടുള്ള സ്നേഹം, കുഞ്ഞുമായുള്ള ബന്ധം. അവൾ ഒരിക്കലും തളർന്നില്ല, പരാതി പറഞ്ഞില്ല. അവളുടെ ഈ നേഴ്സിൻ്റെ പ്രവൃത്തിക്ക് സമാനമാണ് ഒരു ദൈവ പൈതൽ. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് താൻ നൽകുന്ന അനുസരണങ്ങൾ, ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മെ പ്രേരിപ്പിക്കേണ്ട ഘടകം നമുക്കെന്തെങ്കിലും കിട്ടും എന്നതല്ല. ഒരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, വേതനം നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദൈവത്തോട് നമ്മുടെ ബന്ധം, ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നത്, അർഹതയില്ലാത്ത നമുക്ക് വേണ്ടി ദൈവം നീട്ടിത്തന്ന സൗഭാഗ്യങ്ങൾ, അതിനോടുള്ള നന്ദി പ്രകടനം, അതിനോടുള്ള സ്നേഹം. ഇത് കടമയല്ല, ഇത് സ്നേഹമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയെക്കുറിച്ച് നാം അറിയും തോറും ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ ജീവിതം കടമയിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്ന് ചെയ്യും. അധികം സ്നേഹത്തിൽ ചെയ്യും. കാരണം അധികം ലഭിച്ചവരാണ്, നാം അധികം കൊടുക്കണം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക എന്ന പട്ടണത്തിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനത്തിൽ, അതിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് അവരോട് പറഞ്ഞത്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും. ആ വാക്ക് മാത്രം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. സ്നേഹപ്രയത്നം, പ്രയത്നങ്ങൾ, അതെല്ലാം സ്നേഹത്തിൽ നിന്നും, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം നമ്മുടെ പ്രവൃത്തികൾ വരാൻ. ഇപ്പോൾ വീണ്ടും നമ്മൾ ആ വ്യവസ്ഥയിൽ 2 വ്യവസ്ഥകൾ നമ്മൾ കണ്ടു ആരംഭത്തിൽ. കർമ്മത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും വ്യവസ്ഥ, മറുവശത്ത് കൃപയുടെയും വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ. 1-ാമത്തെ വ്യവസ്ഥ, അതായത് കർമ്മത്തിൻ്റെയും പ്രമാണത്തിൻ്റെ വ്യവസ്ഥ, നമുക്ക് പ്രശംസ ഉളവാക്കും. നാം എന്ത് ചെയ്തു എന്നുള്ളത് അഭിമാനിക്കും. പക്ഷേ 2-ാമത്തെ വ്യവസ്ഥ എളിമപ്പെടും, ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. പ്രമാണത്തിൻ്റെ, കർമ്മത്തിൻ്റെ വ്യവസ്ഥയിൽ നാം നമ്മുടെ രക്ഷ നേടിയെടുക്കാനുള്ള മാർഗമായി കാണുകയാണ്. പക്ഷേ 2-ാമത്തത്, നമുക്കൊരിക്കലും രക്ഷ നേടിയെടുക്കാൻ, രക്ഷ നമ്മിൽ തന്നെയല്ല, സൽപ്രവൃത്തികളുടെ ഫലമല്ല എന്ന് മനസ്സിലാക്കുന്ന നാം അത് വ്യക്തമായി തിരിച്ചറിയും. നമുക്കൊരിക്കലും എത്ര പ്രവൃത്തി ചെയ്താലും നമുക്ക് രക്ഷ നേടിയെടുക്കാൻ പറ്റില്ല. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, കർമ്മമാർഗം അഥവാ പ്രമാണത്തിൻ്റെ മാർഗം മാനുഷിക അധ്വാനത്തിൻ്റെ മാർഗമാണ്. പക്ഷെ 2-ാമത്തേത് ആത്മീക അനുഗ്രഹമാണ്, നമ്മിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്നാണ്. മറ്റൊരു വൈരുദ്ധ്യം, ആദ്യത്തെ വ്യവസ്ഥ നമ്മുടെ നേട്ടത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. 2-ാമത്തേത് ദൈവകൃപയിൽ ആശ്രയിക്കുന്നതാണ്. മാത്രമല്ല, പ്രമാണത്തിൻ്റെ കർമ്മത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത് ദൈവത്തെ നാം കടക്കാരനാക്കുകയാണ്. നാം ചെയ്തു കൂട്ടുന്ന സൽപ്രവൃത്തികൾ കാണിച്ചിട്ട് ദൈവം നമ്മോട് കടപ്പെടുന്നു എന്ന ചിന്തയാണ്. പക്ഷേ 2-ാമത്തെ മാർഗം, ശരിയായ മാർഗം, കൃപയുടെ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ അതൊരു ദാനമാണ്. ഈ 2 മാർഗം ചിന്തിച്ച് നോക്കുക, 2 തമ്മിലുള്ള വൈരുദ്ധ്യം ചിന്തിക്കുക. ഏത് മാർഗമാണ് പൗലോസ് പഠിപ്പിക്കുന്നത്? കൃപയുടെയും വിശ്വാസത്തിൻ്റെ മാർഗം. ദൈവം അന്വേഷിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം. നാം ഏത് മാർഗത്തിന് കീഴിലാകാൻ ആഗ്രഹിക്കുന്നു? ഏതാണ് നമുക്ക് പ്രത്യാശ തരുന്നത്? ഒരിക്കലൊരു സുവിശേഷകൻ അധംപതിച്ചതും അധാർമികതയിലും തിന്മയിലും മുഴുകിക്കിടക്കുന്ന കുറ്റവാളികൾ നിറഞ്ഞ ഒരു തെരുവിൽ
ഒരു 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 സ്ഥലത്ത് പ്രസംഗിക്കുകയാണ്. അവിടെയുള്ള മദ്യപാന്മാരുണ്ട്, വ്യഭിചാരികളുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരുമുണ്ട്. അവരോട് ഇദ്ദേഹം പ്രസംഗിക്കാൻ പറഞ്ഞു, നിങ്ങളെ തന്നെ ഈ കുഴിയിൽ നിന്ന് രക്ഷിക്കണം. അവരോട് ഒരു ജീവിതത്തിൽ പുതിയ തുടക്കം ആരംഭിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ആൾക്കൂട്ടത്തിൻ്റെ പുറകിലായിട്ട് ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ആ സ്ത്രീ വളരെ അധംപതിച്ച അധാർമികത നിറഞ്ഞ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിൽ കിടക്കുന്നൊരു സ്ത്രീയാണ്. 1 മണിക്കൂറോളം ഈ പ്രസംഗം കേട്ടുകൊണ്ട് നിന്നു. അവസാനം ഇവൾക്ക് പിന്നെ സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവൾ ഉറക്കെ ആ പ്രാസംഗിനോട് വിളിച്ചു പറഞ്ഞു, താങ്കളുടെ കയറിന് എൻ്റെ അടുക്കൽ വരെ എത്താനുള്ള നീളമില്ല. പാപത്തിൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ കിടക്കുന്ന, ജീവിതത്തിൻ്റെ തകർന്നടിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. ഈ പ്രമാണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും കയറ് ഒരിക്കലും അവർ കിടക്കുന്ന പാപത്തിൻ്റെ ആ പടുകുഴിയിലേക്ക് എത്തുന്നില്ല. അവരുടെ കുറ്റബോധം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കരകയറ്റുവാൻ, പിടിച്ചു കയറ്റുവാൻ ആ കർമ്മത്തിൻ്റെ പ്രമാണത്തിൻ്റെ കയറ് അവരുടെ അടുക്കൽ വരെ എത്തുന്നില്ല. അത് കൃപയുടെയും വിശ്വാസത്തിൻ്റെയും വ്യവസ്ഥ മാത്രമാണ്. ആ വ്യവസ്ഥയിലുള്ള കയറ് മാത്രമാണ് ഏതറ്റം വരെയും, ഏതുതരം പാപത്തിൽ കിടക്കുന്നവരെയും എത്തിപ്പിടിക്കാനുള്ള കെൽപ്പ് ദൈവകൃപയ്ക്കുണ്ട്. പാപത്തിൻ്റെ അധമമായ പടുകുഴിയിൽ കിടക്കുന്നവരെയും ദൈവ കൃപ എത്തിപ്പിടിക്കും. അവിടെ ദൈവത്തിൻ്റെ സ്നേഹം, ക്രൂസിൽ ചൊരിഞ്ഞ സ്നേഹം, ക്രൂസിൽ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹം, ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ പ്രദർശനം ഭൂമിയിൽ ഏത് പടുകുഴിയിൽ, ഏത് അധമമായ പാപിയെയും, ഏത് നീചനായ പാപിയെയും എത്തിപ്പിടിക്കുവാൻ പര്യാപ്തമാണ്. പക്ഷെ നാം അതിൽ കയറി പിടിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം. അത് പ്രവൃത്തിയല്ല, അത് വിശ്വാസമാണ്, അനുസരണമാണ്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത പഠനത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള 9 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് അബ്രഹാം പിതാവിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോവുകയാണ്. അബ്രഹാം പിതാവ് 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള വേദഭാഗം. അപ്പോൾ മറക്കരുത്, നാം ആയിരിക്കുന്ന വ്യവസ്ഥ ഏതാണ്? കൃപയുടെയും വിശ്വാസത്തിൻ്റെയും വ്യവസ്ഥ. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ തികവില്ലാത്ത, കുറ്റമുള്ള, കുറവുള്ള നമ്മുടെ അനുസരണം അതൊരിക്കലും നമ്മൾക്കൊന്നും നേടിത്തരില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ആ നേഴ്സിനെക്കുറിച്ച് എത്തിച്ചത് മറക്കരുത്. താൻ ജോലി ചെയ്തു, അതേ രോഗം തന്നെ ഒരു കുട്ടിക്കുണ്ടായി. ആ കുട്ടിയെ ശുശ്രൂഷിക്കാൻ ഒരു വേതനം തീരുമാനിച്ചു, ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ടു, കൃത്യസമയത്ത് ആ ജോലി നന്നായി ചെയ്തു, നല്ല പ്രതിഫലം കിട്ടി. അതേ രോഗം തൻ്റെ സ്വന്തം കുഞ്ഞിന് വന്നു. ഒരു കോൺട്രാക്റ്റുമില്ല, സമയബന്ധിത വേലയില്ല, ഒന്നുമില്ല. അവളെ തന്നെ ഏൽപ്പിച്ചു. കാരണം കുഞ്ഞിനോടുള്ള സ്നേഹം, തൻ്റെ കുഞ്ഞാണ്, അതിനോടുള്ള ഉത്തരവാദിത്വം. അവൾ ആ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആ കുഞ്ഞിനെ രക്ഷിച്ചു. ഒരു ദൈവ പൈതൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നത്, വിശുദ്ധമായി ജീവിക്കുന്നത്, ദൈവത്തെ ആരാധിച്ച് ബഹുമാനിച്ച് സ്തുതിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്, സ്നേഹമായിരിക്കണം. അവൻ നമുക്ക് നൽകി തന്നതിന് പകരം വീട്ടാൻ കഴിയില്ല. തിരിച്ച് നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ സ്നേഹം മാത്രമാണ്, സ്നേഹത്തിൻ്റെ പ്രയത്നം. കൃപയുടെ കയറ്, ചരട് നമ്മുടെ ജീവിതത്തിൽ ഏതറ്റം വരെയും വരും. പക്ഷെ നാം വിശ്വസിക്കണം. അതുകൊണ്ട് പ്രവൃത്തി എന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുക. നീതീകരിക്കപ്പെടാൻ നമ്മുടെ സൽപ്രവൃത്തികൾ കാരണമല്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതൽ, ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ജീവിതം ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ച രക്ഷയോടുള്ള നന്ദി പ്രകടനമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വെളിച്ചം വചനത്തിലൂടെ ലഭിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.